എന്തായാലും നമ്മൾ ഇനി മധ്യകേരളത്തിലേക്കാണ് പോകുന്നത്. എല്ലാ കണ്ണുകളും മധ്യകേരളത്തിലേക്ക് പോവുകയാണ്. കാരണം നമുക്കറിയാം ഒരുപാട് ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ മധ്യകേരളത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂർ, മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരി, വി കെ വാസവൻ്റെ മണ്ഡലമായ ഏറ്റുമാനൂർ, ജി സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴ, അങ്ങനെ സസ്പെൻസ് ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്ന നിരവധി മണ്ഡലങ്ങളൊക്കെ മധ്യകേരളത്തിലുണ്ട്. എന്തായാലും അവസാന കാറ്റ്, അടിയൊഴുക്ക്, അത് ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലം എന്ന ആകാംക്ഷയിൽ തന്നെയാണ് വോട്ടർമാർ. കൂടുതൽ വിവരങ്ങൾ കെ പ്രശാന്ത് നൽകും. പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. അൺഫിൽഡ് പറഞ്ഞതുപോലെ വലിയ ആവേശത്തിൽ തന്നെയാണ്. നമുക്കറിയാം മധ്യകേരളത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സസ്പെൻസ് ഉള്ള മണ്ഡലങ്ങളുണ്ട്. മൊത്തത്തിൽ ഒരു ചേരിതിരിവും പ്രചരണവും ഒക്കെ ആയിട്ട് വളരെ ശ്രദ്ധേയമായൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണ. അപ്പോൾ മൊത്തത്തിൽ മധ്യകേരളത്തിലെ ഒരു എങ്ങനെയാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച? പ്രചരണമൊക്കെ പല നേതാക്കളും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ് പ്രചരണം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ മധ്യകേരളത്തിലാണെന്നാണ് അറിവ്. ഷൃജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം മധ്യകേരളം തന്നെയാണ്. മധ്യകേരളത്തിൽ ആര് സ്വാധീനം ഉറപ്പിക്കുന്നു, അവർ ഭരണത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. അതിൽ നേരിയ മുൻതൂക്കം ഇടതുപക്ഷം മധ്യകേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എറണാകുളത്ത് ഉൾപ്പെടെ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. ഇത്തവണ അതിലെന്ത് സംഭവിക്കും? കാരണം 60ഓളം സീറ്റ് മധ്യകേരളത്തിലുണ്ട്. ഈ സീറ്റുകളിൽ ആരൊക്കെ മേൽക്കൈ നേടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ മധ്യകേരളത്തെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊന്ന് പറവൂരിലെ പോരാട്ടം തന്നെയാണ്. പറവൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ടൈസൺ മാസ്റ്ററെയാണ് ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്നത്. ഏതായാലും അവിടെ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. പ്രത്യേകിച്ച് നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ ആ തരത്തിലാണ്. പക്ഷേ അതിൽ LDF വിജയിച്ചൊരു കാര്യമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിനെ കൂടുതൽ സമയം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ അതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായാണ് പ്രതിപക്ഷ നേതാവ് വിവിധ ജില്ലകളിലേക്ക് പര്യടനത്തിന് പോയത്. അതിനു മുൻപെല്ലാം തന്നെ വീടുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചരണമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയിരുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രചരണ രീതിയിലേക്ക് പ്രതിപക്ഷത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, ആലപ്പുഴയിലേക്കാണ് പോകേണ്ടത്. പ്രത്യേകിച്ച് ജി സുധാകരൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. H സലാം 11,000-ലധികം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയ മണ്ഡലമാണ്. അതിനു മുൻപ് ജി സുധാകരൻ 22,000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അവിടെയാണ് H സലാം വരുമ്പോൾ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷമായി അത് കുറയുന്നുണ്ട്. പക്ഷേ എങ്കിലും വലിയ അട്ടിമറി ഉണ്ടാകില്ല എന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. പക്ഷേ മറുവശത്ത് പ്രധാനപ്പെട്ട കാര്യം, ജി സുധാകരൻ വ്യക്തിപരമായ വോട്ടുകളും കോൺഗ്രസിന്റെയും UDF-ന്റെ വോട്ടുകളും എൻ ബ്ലോക്ക് എന്ന നിലയിൽ സ്വീകരിച്ചാൽ ഒരുപക്ഷെ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ അട്ടിമറി, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്ടിമറിയാണ്. കാരണം CPM-നോട് നേരിട്ട് രാഷ്ട്രീയമായി ഏറ്റുമുട്ടിയ ജി സുധാകരനാണ് അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അവിടെയുണ്ട്. മറ്റൊന്ന് ഏറ്റുമാനൂരാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റുമാനൂരേക്ക് വരുമ്പോൾ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതിശക്തമായി പ്രതിപക്ഷം ഉയർത്തുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അവിടെ നിർണായകമാണ്. എറണാകുളത്ത് കളമശ്ശേരി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, രാജീവിനെ സംബന്ധിച്ച് വ്യക്തിപരമായി വലിയ തരത്തിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ നിരവധിയായ, ഇനിയിപ്പോൾ UDF-ന് ഏതെങ്കിലും തരത്തിൽ വലിയ തരത്തിൽ നേട്ടമുണ്ടാകുന്ന ഒരു സന്ദർഭമുണ്ടായാൽ ഒരുപക്ഷെ എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രിയോ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പദവികളിലേക്ക് നേതാക്കൾ എത്താൻ കഴിയുന്ന ഒരു മധ്യകേരളം എന്ന നിലയിൽ തന്നെ കാണേണ്ടി വരും. മറ്റൊന്ന്, നേതാക്കൾ അതിശക്തമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മധ്യകേരളത്തിൽ വിവിധ ജില്ലകളുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ന് സജീവമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമായി മധ്യകേരളം മാറിയിട്ടുണ്ട്. അവിടെ എന്ത് സംഭവിക്കും, എത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും? കാരണം വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉണ്ടാക്കിയതാണ്. അവിടെയെങ്കിലും എത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ UDF-ന് കഴിഞ്ഞത് മധ്യകേരളത്തിലാണ്. ആ മധ്യകേരളത്തിൽ വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കിയാൽ ഒരുപക്ഷെ ഭരണമാറ്റത്തിലേക്കുള്ള സാഹചര്യം ഒരുങ്ങിയേക്കും. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മധ്യകേരളത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് 2020-യുടെ സാന്നിധ്യം, അമിത്ഷാ അടക്കം വന്ന് മുന്നോട്ട് വെച്ച ചില നിലപാടുകളുണ്ട്. പ്രത്യേകിച്ച് വഖഫുമായി ബന്ധപ്പെട്ടടക്കം നടപ്പിലാക്കിയ നടപടികളുണ്ട്. അതിലൊക്കെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുന്നു. അതിനോടൊക്കെ തന്നെ കൃത്യമായ നിലപാട് തങ്ങളോട് അവർ കാണിക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ഒരു നന്ദി സൂചന ഉണ്ടാകണം എന്ന തലത്തിലുള്ള അമിത്ഷായുടെ വാക്കുകളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായാൽ സ്വാഭാവികമായും ക്രൈസ്തവ വിഭാഗങ്ങൾ UDF-നോട് കൃത്യമായ രാഷ്ട്രീയ നിലപാട് വെച്ച് പോകുന്ന വിഭാഗങ്ങളാണ്. ഏറെക്കാലമായി അങ്ങനെ ഒരു നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലൊരു അടിയൊഴുക്കുണ്ടായാൽ ഒരുപക്ഷെ ഈ പറയുന്നതിനപ്പുറത്തേക്കുള്ള ചില പ്രതികരണങ്ങൾ, നീക്കങ്ങളിലൊക്കെ തന്നെ മണ്ഡലങ്ങളിലാകെ തന്നെ ഉണ്ടാകും. ശ്രീജ. ശരി പ്രശാന്ത്, അങ്ങനെ മധ്യകേരളത്തിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കെ പ്രശാന്ത്.